ഹായ് വെൽക്കം ബാക്ക് ടു എക്സൽ സ്കിൽ കോർണർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ഡു VLOOKUP ഫോർമുല. മൈക്രോസോഫ്റ്റ് എക്സലിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഒരു ഫോർമുലയാണ് VLOOKUP ഫോർമുല. എന്താണ് VLOOKUP ഫോർമുല? VLOOKUP ഫോർമുല പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിക്വയർമെൻറ്റുള്ള ഡാറ്റ, ഫോർ എക്സാമ്പിൾ ഒരു എംപ്ലോയീസ് നെയിം കൂടി ഉണ്ട്, ഇപ്പോൾ ഒരു കറണ്ട് മന്ത് സാലറി, ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പ്രീവിയസ് മന്ത് സാലറിയിലുണ്ട്. ഇത് എങ്ങനെ എനിക്ക് ഡാറ്റ കൊണ്ടുവരാം? ദാറ്റ് മീൻസ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഫൈൻഡ് ആൻഡ് റീപ്ലേസോ അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യാതെ ഇതിനെങ്ങനെ കൊണ്ടുവരാം? ഇതിനാണ് നമുക്ക് VLOOKUP ഫോർമുല ഉപയോഗിക്കുന്നത്. VLOOKUP ഫോർമുല വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫോർമുലയാണ്. ഇതിന് നമുക്ക് ചില ക്രൈറ്റീരിയ മാത്രം ചെക്ക് ചെയ്താൽ മതി. ദാറ്റ് മീൻസ് ഇപ്പോൾ എംപ്ലോയീസ് നെയിം രണ്ടിലും കോമൺ ആയി ഉണ്ടായാൽ മതി. ഇതിലേക്ക് വേണ്ട ഡെസ്റ്റിനേഷൻ വേണം. അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും ഈസി മെത്തേഡ് പറഞ്ഞാൽ മറ്റൊരു വർക്ക് ബുക്കിനാണെങ്കിൽ ജസ്റ്റ് മൂവ് കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സെയിം വർക്ക് ബുക്കിലേക്ക് കൊണ്ടുവരാം. ദാറ്റ് മീൻസ് പ്രസൻറ്റ് മന്ത് വർക്ക് ബുക്കിലേക്ക് നമ്മൾ ക്രിയേറ്റ് കോപ്പി കൊടുത്തിട്ട് ഇവിടേക്ക് ഡ്രാഗ് ചെയ്യുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി ഒരു മെത്തേഡാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്ന കൺസെപ്റ്റ് പറഞ്ഞാൽ നെയിം ബോക്സ് ആണ്. ദാറ്റ് മീൻസ് നെയിം മാനേജർ. എക്സാമ്പിൾ സാലറി രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഫുൾ ഡാറ്റയ്ക്ക് നമ്മളൊരു പേരിട്ട് കൊടുക്കുന്നു. ദാറ്റ് മീൻസ് എംപ്ലോയീസ് മുതൽ വെൽഫെയർ ഫണ്ടിലെ വരെ ഡാറ്റയ്ക്ക് സെലക്ട് ചെയ്തിട്ട് നെയിം ബോക്സിൽ വന്ന് ഇവിടെ നമ്മൾ സാലറി എന്ന് പറഞ്ഞിട്ടൊരു നെയിം ഇട്ട് കൊടുക്കുന്നു. ഇതെന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ റേഞ്ച് സെലക്ട് ചെയ്യുന്ന പകരം വെറും നെയിം മാനേജർ ടൈപ്പ് ചെയ്താൽ മതി. ഇതെങ്ങനെയാണ് കാണാം? ഇപ്പോൾ ഡെസ്റ്റിനേഷനിൽ വന്നിട്ട് ഞാനിവിടെ ഫോർമുലേഴ്സിൽ വന്ന് VLOOKUP ആൻഡ് റെഫറൻസിൽ VLOOKUP ഫോർമുല ടൈപ്പ് ചെയ്യണം. ഇപ്പോൾ നമുക്കിവിടെ 4 ക്രൈറ്റീരിയ ആണ്: ലുക്കപ്പ് വാല്യൂ, ടേബിൾ അറേ, കോളം ഇൻഡെക്സ്, അതുപോലെ റേഞ്ച് ലുക്കപ്പ്. ലുക്കപ്പ് വാല്യൂവിൽ ഞാൻ അനീഷിൻ്റെ അല്ലെങ്കിൽ ആ കോളം സെല്ല് സെലക്ട് ചെയ്തു, A4. ടേബിൾ അറേ പറഞ്ഞ സാലറി രജിസ്റ്റർ ഫയലാണ്. അപ്പോൾ നമ്മളിവിടെ F3 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കായി നെയിം സെലക്ട് ആവും. സാലറിന്ന് ജസ്റ്റ് സെലക്ട് ചെയ്താൽ മതി. അതുപോലെ കോളം ഇൻഡെക്സിൽ വന്നിട്ട് നമുക്ക് എത്രാമത്തെ കോളാണ്, ഡെസ്റ്റിനേഷൻ സെക്കൻഡ് കോളാണ് കിടക്കുന്നത്. സെക്കൻഡ് കോളം ഡെസ്റ്റിനേഷൻ ടൈപ്പ് ചെയ്യാം. ദാറ്റ് മീൻസ് നമ്മുടെ സാലറി രജിസ്റ്ററിൽ രണ്ടാമത്തെ കോളാണ് ഡെസ്റ്റിനേഷൻ. റേഞ്ച് ലുക്കപ്പിൽ നമുക്ക് എക്സാക്ട് മാച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ ഫോൾസ് ടൈപ്പ് ചെയ്യണം. ഫോൾസ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക് മാനേജിന് ഓപ്ഷൻ കാണാം. ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫോർമുല ഇവിടെ റൈറ്റ് ആയി. ഇനി നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാം A4 എന്ന് പറഞ്ഞാൽ ലുക്കപ്പ് വാല്യൂ അനീഷ്, അതുപോലെ സാലറി പറഞ്ഞാൽ നമുക്ക് ഫുൾ ഡാറ്റ നമ്മൾ ടേബിൾ അറേ, അതാണ് ആ ഫയലിൽ നിന്ന് സെക്കൻഡ് കോളമായ ഡെസ്റ്റിനേഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. ഇനി എനിക്ക് വേണ്ടത് ഇപ്പോൾ ഡെസ്റ്റിനേഷൻ, ഇപ്പോൾ ബാങ്ക് ആണെങ്കിൽ ബാങ്കിൻ്റെ 3ാമത്തെ കോളം, അതുപോലെ ബേസിക് ആണ് 4ാമത്തെ കോളം. ഇത് നമുക്ക് ഏതാണ് കോളം വേണ്ടത് ആ കോളത്തിൻ്റെ ഡാറ്റയാണ് ഇവിടെ നമ്പറാണ് ഇട്ട് കൊടുക്കേണ്ടത് കോളം ഇൻഡെക്സിൽ. ഇനി അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് വേറെ ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതേ ഫോർമുല തന്നെയാണ് എല്ലാ കോളത്തിലേക്ക് വേണ്ടത്. നമ്മൾ ഓരോ ഫോർമുല ഓരോ വട്ടം എഴുതുന്നതിന് പകരം ഞാൻ ഇവിടെ ചെറിയ ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇപ്പോൾ നമുക്ക് വേണ്ട ലുക്കപ്പ് വാല്യൂ സെയിം ആണ്. അതുകൊണ്ട് ലുക്കപ്പ് വാല്യൂവിൻ്റെ മുമ്പിലായിട്ട് നമ്മൾ എക്ക് പകരം $A4 കൊടുക്കുന്നു. കാരണം വെച്ചാൽ ഇത് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ചേഞ്ച് ആകാൻ പാടില്ല. ഇപ്പോൾ നമ്മളിവിടെ ഡ്രാഗ് ചെയ്യുമ്പോൾ ആണ് നമുക്ക് ഇപ്പോൾ ഓരോ കോളത്തിൽ ഡ്രാഗ് ചെയ്യുമ്പോഴും ഇവിടെ സെയിം ആയിട്ടുള്ള ഫിഗർ തന്നെയാണ്. A4 ഒരിക്കലും ചേഞ്ച് ആവുന്നില്ല. A4 ചേഞ്ച് ആവാത്തതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ആകെ ചേഞ്ച് ചെയ്തിട്ട് വരുന്ന ഇവിടെ കോളം ഇൻഡെക്സ് മാത്രമാണ്. നമുക്ക് ഏതാണ് കോളം ഇൻഡെക്സ് വേണ്ട അതിൻ്റെ നമ്പർ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. സോ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒറ്റ ഡ്രാഗിങ്ങിൽ തന്നെ എല്ലാ കോളത്തിൻ്റെയും ഫോർമുല എഴുതി. ചിലപ്പോൾ നമുക്കൊരു 10-25 കോളം അല്ലെങ്കിൽ 30 കോളമൊക്കെ ഉണ്ടെങ്കിലും ഈ സിമ്പിൾ ഡ്രാഗ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് കൺസേൺ ഏതാണ് കോളം അതിൻ്റെ നമ്പർ മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 3 ആണ്, 8 ആണെങ്കിൽ 9 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇത് എല്ലാ ഫോർമുല ആ റോ ഫുൾ സെലക്ട് ചെയ്തിട്ട് താഴത്തേക്ക് കോളം സെലക്ട് ചെയ്യുക. ജസ്റ്റ് കൺട്രോൾ ഡൗൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഫോർമുലയും താഴത്തേക്ക് ഡ്രാഗ് ആവും. സോ വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവാക്കുന്നത് പോലെ സാലറി ഫയലോ അല്ലെങ്കിൽ പല റിപ്പോർട്ടിലൊക്കെ VLOOKUP ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയം ചിലവാക്കാറുണ്ട്. ഇത് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. കാരണം നമുക്ക് സെയിം ഫയലിലേക്ക് വർക്ക് ബുക്കിലേക്ക് ഡ്രാഗ് ചെയ്താൽ മതി, മൂവർ കോപ്പി ചെയ്താൽ മതി. സോ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ അതിൻ്റെ ഒപ്പം തന്നെ മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ, സീ യു.